ഇന്ന് നമുക്ക് ഗോതമ്പ് മാവ് കൊണ്ട് എഗ്ഗ്ലെസ് ഇൻസ്റ്റന്റ് പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായി ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുന്തിരിയും ഡേറ്റ്സും മാത്രമാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് ചൂടാക്കി എടുക്കാം. ഇതിൽ ഞാനിപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടിയോ പിന്നെ ചെറി അങ്ങനെ ഒന്നും ഇടുന്നില്ല കേട്ടോ. കാരണം ഇവിടെ കുട്ടികൾക്ക് ആ ഒരു സംഭവമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവർക്കും കൂടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ ആഡ് ആക്കാത്തത് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ട്യൂട്ടി ഫ്രൂട്ടിയും പിന്നെ ചെറിയും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഓറഞ്ച് ജ്യൂസ് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. വാൾനട്ട്, പംകിൻ സീഡ്, ആൽമണ്ട്, പിന്നെ കാഷ്യൂനട്ട് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കുറഞ്ഞതൊരു 3 മാസമെങ്കിലും അടച്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഓറഞ്ച് ജ്യൂസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടി, ഒരു 1/4 കപ്പ് വെള്ളവും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ലോ ഫ്ലെയിമിലിട്ട് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അല്പം ഒന്ന് തണുത്ത് വരുമ്പം ഇതും കൂടി ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുമിൻ പൗഡർ ഉണ്ടല്ലോ, ജീരകത്തിൻ്റെ പൗഡറും പിന്നെ ജിഞ്ചർ പൗഡറാണ് ചേർത്ത് കൊടുത്തത്, ഒരു 1/4 ടീസ്പൂൺ. ഇനി ഇതെന്ന് വെച്ചാൽ പട്ടയും ഗ്രാമ്പുവും ഏലക്കയും കൂടി പൊടിച്ചതാണ് കേട്ടോ. അതൊരു 1/4 ടീസ്പൂണും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് അരിപ്പ വെച്ചുകൊടുത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൗഡറും പിന്നെ 1/2 കപ്പ് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുത്തത്. മിൽക്ക് പൗഡർ ഓപ്ഷണൽ ആണ്. അതില്ലെന്നുണ്ടെങ്കിൽ 2 കപ്പ് ഗോതമ്പ് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് അരിച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാല്, പിന്നെ വേണ്ടത് 1/2 കപ്പ് പുളിയില്ലാത്ത തൈര്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അല്പാൽപമായിട്ട് ആ ഒരു മാവിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേറെ എസൻസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഇതിൻ്റെ ഇടയ്ക്കെന്ന് വെച്ചാൽ കുറച്ച് ആ ഒരു ഓറഞ്ചിൻ്റെ പീലുണ്ടല്ലോ, അത് ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു മോൾഡ് എടുക്കുക, അതിലൊന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു പേപ്പറിൻ്റെ മുകളിലും കുറച്ചൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നട്ട്സൊക്കെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ പാനിന് മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാൻ ഒരു പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ. എന്തായാലും ഇത് കുക്ക് ചെയ്ത് വരാനായിട്ട് ഒരു 1 മണിക്കൂറോളം പിടിക്കും കേട്ടോ. ഓവനിലാണെങ്കിലും ആ ഒരു 180 ഡിഗ്രിയിൽ 1 മണിക്കൂറോളം ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൊങ്ങി വരും കേട്ടോ. അപ്പം ഞാനിപ്പോൾ പാനിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അടച്ച് വെക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തത്. കാരണം ആദ്യം ഞാനൊരു മൂടി വെച്ചിട്ടായിരുന്നു കേട്ടോ അടച്ചത്. അപ്പോൾ അത് ശരിക്കും പൊങ്ങി വന്നതുകൊണ്ട് പിന്നെ ഈ ഒരു ബൗളാണ് കേട്ടോ അടച്ച് വെക്കാൻ എടുത്തത്. അപ്പോൾ കറക്റ്റ് ആ ഒരു മുകളിൽ കണ്ടോ, ഒരു മൂടി വെച്ചതിൻ്റെയാണ് പൊങ്ങി വന്നപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഇതായിപ്പോയി കേട്ടോ. അപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ പ്ലം കേക്ക് ആകുമ്പോൾ നമ്മൾ എപ്പോഴും ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ തന്നെ കഴിക്കുന്നതല്ലായിരിക്കും കേട്ടോ. ഒരു ദിവസമൊക്കെ വെച്ച് കഴിക്കുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുക.
പിന്നെ ചൂടോടുകൂടി കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞൊടിഞ്ഞു പോവും. അപ്പോൾ ശരിക്കും ചൂട് മാറിയതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മുട്ടയും മൈദയും ഒന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.